സിന്ദൂരം. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. അവൾ വാതിലടച്ചത് മാത്രം നേരം ചിരിച്ചുകൊണ്ടിരുന്നവൻ്റെ മുഖം മാറി. അവൾ നേരത്തെ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ചെവിയിൽ അലയടിച്ചു കൊണ്ടിരുന്നു. ഇവരൊക്കെ കൂടി എന്നെ കൊല്ലുമോ? ആ വാക്കുകൾ പിന്നെയും പിന്നെയും അവൻ്റെ ചെവിയിൽ മുഴങ്ങി. എൻ്റെ പെണ്ണിന് നേരെ നിങ്ങളുടെ ആരുടെയെങ്കിലും വിരലൊന്ന് അനങ്ങിയ ഒറ്റൊരെണ്ണത്തിന് അർജുൻ വെറുതെ വിടില്ല ജീവനോടെ. അത് പറയുമ്പോൾ അവൻ്റെ മുഖത്ത് ഞരമ്പുകൾ പൊങ്ങിയിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. ചുണ്ടിലൊരു ക്രൂരമായ ചിരിയും ഉണ്ടായിരുന്നു. നന്ദു കുളി കഴിഞ്ഞിറങ്ങിയിട്ട് നേരെ ബെഡിൽ കിടന്നു. അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അജ് ഫ്രഷ് ആവാൻ കയറി. ഫ്രഷായി ഇറങ്ങി വന്നപ്പോഴും ഫോണിൽ കളിച്ച് കിടക്കുവാണ് പെണ്ണ്. അജ് ഷെൽഫ് തുറന്നൊരു ടീഷർട്ട് എടുത്തിട്ട് ശേഷം അവൻ ബെഡിൽ വന്നിരുന്നു. നീ വന്നിട്ട് വല്ലതും കഴിച്ചോ? അവളുടെ നീണ്ട മനോഹരമായ കാലിലെ വിരലുകളിൽ തലോടിക്കൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവളില്ലെന്ന് തലയാട്ടി. എന്നാ വാ, നമുക്ക് പോയി വല്ലതും കഴിക്കാം, എണീക്ക്. അജ് പറയുമ്പോൾ അവൾ ഫോണിൽ നിന്ന് കണ്ണു മാറ്റി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അത് വേണോ? എന്നെ കണ്ട അവരെന്തേലും ചെറിയും അപ്പോൾ കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. വെറുതെ എന്തിനാ? അതൊന്നും സാരല്ല, നമുക്ക് നോക്കാം. അവരെ പേടിച്ച് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റുമോ? അവരെന്തൊക്കെ പറയുന്നത് ഞാൻ കേൾക്കട്ടെ. വാ, വന്നേ, എണീക്ക്. അജ് പറഞ്ഞുകൊണ്ട് അവളുടെ കൈ വലിച്ചതും അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. അജുവും നന്ദുവും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഹാളിലുണ്ട്. ഓഫീസിൽ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. രാധിക വന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. പക്ഷേ മുത്തശ്ശൻ ഒന്നിലും പെടാതെ മാറിയിരിക്കുന്നുണ്ട്. നന്ദു എല്ലാവരെയും നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. അജു ജിത്തുവിൻ്റെ അടുത്തിരുന്നു. രാധിക അവനെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിലായിരുന്നു അവൻ്റെ ഇരുത്തം. ഇതാണോ ആ വട്ട് ചെക്കൻ? രാധികെ, നിന്റെ എല്ലില്ലാത്ത നാവ് കൊണ്ട് ഇവിടെ എൻ്റെ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞാ വന്ന പോലെ ഇറങ്ങി പോകേണ്ടി വരും. രാധിക രാവണിയോട് ചോദിച്ചത് ഇത്തിരി ഉറക്കിയാണെന്ന് മനസ്സിലായത് മുത്തശ്ശൻ്റെ മറുപടി കേട്ടപ്പോഴാണ്. അജത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ ജിത്തുവിൻ്റെ അടുത്തിരുന്നു. ജിത്തുവാണെങ്കിൽ പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ അസുഖം മാറിയിട്ടില്ലെങ്കിൽ ഈ വാക്ക് കേട്ടാൽ സത്യത്തിൽ സങ്കടം വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുമ്പോൾ ചിരിയാണ്. വാട്ടൻ. ജിത്തു അജുവിൻ്റെ ചെവിയിൽ അവനക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറയുമ്പോൾ അജുവിൻ്റെ തുടയിൽ കൈവച്ച് നാമർത്തി. ജിത്തുവിൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി. അത്രയ്ക്ക് വേദന. അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇങ്ങോട്ട് വന്നത് അച്ഛൻ പിടിച്ചിട്ടില്ലല്ലേ? ഇല്ലാത്ത കണ്ണുനീർ തുടച്ചുകൊണ്ട് രാധിക പറയുമ്പോൾ മുത്തശ്ശി സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റു. ഇല്ല, നീ വന്നത് എനിക്ക് പറ്റിയിട്ടില്ല. നിന്റെ അമ്മയുടെ പിടിവാശിക്ക് മുമ്പിൽ ഞാനൊന്ന് തോറ്റു തന്നെന്ന് കരുതി ഒരിക്കലും ഞങ്ങൾ അപമാനിച്ച് വേറൊരുത്തൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയി നിന്നെ ഞാൻ അംഗീകരിക്കില്ല. എൻ്റെ മരണം വരെ എനിക്ക് മക്കളായി ആൺമക്കൾ മാത്രമേ ഉള്ളൂ. മുത്തശ്ശൻ ദേഷ്യത്തിൽ അവിടുന്ന് പോയത് രാവണിയുടെ കണ്ണുകൾ അജുവിലേക്ക് പോയി. ഒത്തൊരു ചെറുപ്പക്കാരൻ, ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടുമൊക്കെ പഠിപ്പുണ്ട്, പറഞ്ഞിരുന്ന ബുദ്ധിയില്ലല്ലോ. ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ ആഗ്രഹങ്ങൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് വേണ്ടെന്ന് വെച്ചു. പാർവതിയും പത്മയും അജുവിനെ തന്നെ നോക്കിയിരിക്കുവാണ്. ഇടയ്ക്കവനെ കണ്ടാൽ ഒരു കുഴപ്പമില്ല, ഇടയ്ക്കവനെ കണ്ടാൽ എന്തൊക്കെയോ ഉള്ള പോലെയും തോന്നും. രാധിക അജുവിൻ്റെ അടുത്തേക്ക് നടന്നു. അജുവിനെ നോക്കാതെ അലസമായിരുന്നു. ഇടയ്ക്ക് നോട്ടം അടുക്കളയിലേക്ക് പോയി. ഈ പിശാചുകൾക്കിടയിൽ ഇരുത്തിയിട്ട് ഒരുത്തെ അങ്ങോട്ട് പോയിട്ടൊന്നും തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അർജുൻ, അതല്ലേ നിന്റെ പേര്? രാധിക അവൻ്റെ മുന്നിൽ വന്ന് അവനെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ അജു അവരെ നോക്കാനേ പോയില്ല. ഡാ, നിന്റെ പേര് അർജുനല്ലേ എന്ന്. അതേ പറ്റി, അവൻ്റെ പേര് അർജുനൻ തന്നെയാ. രാധിക അവനെ നോക്കി ഇത്തിരി ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ജിത്തു വേഗം മറുപടി കൊടുത്തു. അല്ലെങ്കിൽ ചെക്കൻ കയറി പ്രതികരിക്കും. എല്ലാം വെള്ളത്തിലായി. അല്ലെങ്കിൽ തന്നെ വെള്ളത്തിലായ പോലെയാണ്. പലർക്ക് ചെക്കൻ്റെ ഗൗരവം കണ്ട് സംശയമുണ്ട്. അതെന്താ ഇവൻക്ക് പറഞ്ഞ? ഇവൻ്റെ വായിൽ നാവില്ലേ? ഇല്ലേന്ന് അജുവിനെ നോക്കി അവർ ചീറുമ്പോൾ അജു അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പച്ചി, അവൻക്ക് പരിചയമില്ലാത്തവരൊക്കെ കാണുന്നത് പേടിയാണ്. അവൻ ആരോടൊന്നും അധികം മിണ്ടില്ല. ജിത്തു പറയുമ്പോൾ രാധിക അജുവിനെ ഒന്ന് നോക്കി. ഒരു പൊടിക്ക് പോലും ആ മുഖത്ത് പേടിയില്ല. രാധികയെ അടിമുടി നോക്കി ഗൗരവത്തിൽ ഇരിക്കുവാണ്. പേടിയോ ഇവൻകോ? എന്നിട്ട് കണ്ടാൽ അങ്ങനെ തോന്നില്ലല്ലോ. എന്നിപ്പോൾ കൊന്നു കളയുന്ന ഭാവമാണല്ലോ. രാധിക പറയുമ്പോൾ ജിത്തു അടുത്തിരിക്കുന്ന അജുവിനൊന്ന് നോക്കി. ശരിയാണ്, ചേക്കൻ കട്ടക്കാലിപ്പിലിരിക്കുവാണ്. ജിത്തു ഒന്ന് പല്ല് കടിച്ചു. ഈ പന്നിക്ക് പേടിയുള്ള പോലെ അഭിനയിക്കുകയും ചെയ്തുകൂടായിരുന്നോ? അതാണ് അവൻ ചിന്തിച്ചത്. ഒപ്പം അജുവിനെ നോക്കി ഒന്ന് കണ്ണു കാണിച്ചു. പേടിക്കുന്ന പോലെ ഒന്ന് കാണിക്കണമെന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. പാർവതിയും പത്മയും രാവണിയും അജുവിനെ തന്നെ നോക്കിയിരിക്കുവാണ്. പലതും മനസ്സിലായി തുടങ്ങിയെന്ന പോലെ. പക്ഷെ പൂർണ്ണമായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. രാവണിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ച ശേഷം നല്ല മറുപടി കൊടുത്തിരുന്നു. അത് അവനിടയ്ക്ക് അങ്ങനെയാണ്. അപ്പച്ചിക്കൊന്നും തോന്നരുത്. ഈ ഇടിയായിട്ട് അവനിടയ്ക്ക് ഇങ്ങനെ പെരുമാറുന്നുണ്ട്. അവനെ കാണിക്കുന്ന ഡോക്ടറോട് പറഞ്ഞപ്പോൾ അവൻ പഴയ അർജുനായി തിരികെ വന്നതിൻ്റെ ലക്ഷണമെന്നാണ് പറഞ്ഞത്.
ജിത്തു പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ നോട്ടം പത്മാവതിയിലും പാർവതിയിലും രാവണിയിലുമായിരുന്നു. കുറെ വിശ്വസിച്ച ഭാവമാണ് അവരുടെ മുഖത്ത്, ഞെട്ടൽ കലർന്നൊരു ഭാവം. അവനക്ക് കുറേയൊക്കെ പഴയ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അവൻ പഴയതുപോലെയാവും. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ജിത്തു വിഷമത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും അജുവിനെ നോക്കി. അതൊന്നും അവനെ ബാധിക്കുന്ന കാര്യമല്ലെന്ന പോലെ എങ്ങോട്ടോ നോക്കിയിരിക്കുന്നുണ്ട്. ജിത്തു, ആ കുട്ടിയെ വിളിക്ക്, അജുവിൻ്റെ ഭാര്യയെ. ദത്തൻ അങ്ങനെ പറയുമ്പോൾ ജിത്തു സെറ്റിയിലിരിക്കുന്നവരെ നോക്കി. സൂര്യനാരായണനും സൂര്യദത്തനും വിശ്വവർമ്മയും ഉണ്ട്. ജിത്തുവിനോട് അങ്ങനെ പറഞ്ഞത് വിശ്വവർമ്മയാണ്. ജിത്തു ഒന്ന് തലകുലുക്കി. നന്ദ! ജിത്തു വിളിക്കാൻ തുടങ്ങിയതും അജു അവൻ്റെ അടുത്തിരുന്ന് അലറി. ജിത്തു പല്ല് കടിച്ചു. എല്ലാവരും അജുവിനെ തന്നെ നോക്കിയിരുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നത് അവർക്കെല്ലാം മനസ്സിലായി. എല്ലാവരുടെയും ഉള്ളിൽ പേടിയും ടെൻഷനും നിറഞ്ഞു. രാധിക അവനെ തന്നെ നോക്കി സെറ്റിയിൽ കാലിന് മുകളിൽ കാല് വെച്ചിരുന്നു. ഇതുവരെ വാത്തുറന്നൊരു അക്ഷരം പറയാത്തവനാണ് ഇപ്പം നന്ദയെന്ന് വിളിച്ചത്. നന്ദ! വീണ്ടും അജു അലറി. ആ നിമിഷം തന്നെ നന്ദ അടുക്കളയിൽ നിന്നും വേഗത്തിൽ വന്നു. അവളുടെ കണ്ണുകൾ ഹാളിലിരിക്കുന്നവരെ മൊത്തത്തിലൊന്ന് നോക്കി. ഒടുക്കം അത് സെറ്റിയിലിരുന്ന് അവളെ തന്നെ നോക്കുന്ന അജുവിൽ വന്നു നിന്നു. അവൾ പുരുകൻ ചുളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എല്ലാവരും ഇരിക്കെ കേൾക്കെ എന്തിനാണ് അറിയതെന്നൊരു ചോദ്യം അവൾക്കുള്ളിലുണ്ടായിരുന്നു. നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു നിന്നു. എന്താ, എന്ത് പറ്റി? എല്ലാവരും മിണ്ടാതെ അവനെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് നന്ദു നെറ്റിച്ചു വിളിച്ചുകൊണ്ട് ചോദിച്ചു. അജു സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. തല കറങ്ങുന്ന പോലെ അവൻ കുഴഞ്ഞ് നിലത്തേക്ക് വീഴാൻ പോയതും നന്ദുവിനെ താങ്ങി പിടിച്ചു. നന്ദുവിന് പെട്ടെന്ന് അവനെ താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ ഭാരം അവളുടെ കയ്യിലൊതുങ്ങിയില്ല. അവൻ്റെ കൂടെ നിലത്തേക്ക് വീഴാൻ പോയതും ജിത്തു അജുവിനെ പിടിച്ചു. ഒപ്പം നന്ദുവിനെയും പിടിച്ചു. നന്ദു ഒരു നിമിഷം പായുന്നു. നേരെ നിന്ന് അവൾ അജുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ജിത്തുവിനെ കയ്യിൽ കോരിയെടുത്ത് ജിത്തുവിൻ്റെ റൂമിലേക്ക് കയറി. ജിത്തുവിനെ ബെഡിൽ കിടത്തിയതും നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവൾ അവൻ്റെ രണ്ട് കയ്യിലും പയ്യെ തട്ടിക്കൊണ്ടിരുന്നു. അജുവേട്ടാ! ഒപ്പം അവനെ വിളിച്ചുകൊണ്ടിരുന്നു. അജുവിനൊരു അനക്കമില്ല. അവൻ മിണ്ടാതെ തളർന്ന് കിടക്കുവാണ്. നന്ദുവിന് വല്ലാത്ത പേടി തോന്നി. ഇത് വീണ്ടും പഴയ പോലെ അവൻ കാരണമാകുന്ന പേടി. ഹാളിലുണ്ടായിരുന്ന എല്ലാവരും റൂമിലുണ്ട്. എല്ലാവരും അജുവിനെ നോക്കി നിൽക്കുവാണ്. ജിത്ത് ടേബിളിലിരുന്ന് വെള്ളം അവൻ്റെ മുഖത്തേക്ക് തെളിച്ചു. ഇല്ല, അനക്കൊന്നുമില്ല. ജിത്തു, ദാ ഈ മരുന്ന് അവൻ്റെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യേ. കയ്യിൽ ഇഞ്ചക്ഷൻ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വന്നുകൊണ്ട് വിശ്വവർമ്മ പറയുമ്പോൾ നന്ദു അയാളും തിരിഞ്ഞു നോക്കി. റൂമിൽ ആ ഇഞ്ചക്ഷൻ ഇല്ല, എല്ലാം കത്തിച്ച് കളഞ്ഞതാണ്. പിന്നെ ഇതെങ്ങനെ? അവളുടെ പുരികൻ ചുളിഞ്ഞു. ഇത് വെച്ച അവൻ കുറച്ചു കഴിഞ്ഞാൽ ഉണരും. അദ്ദേഹം അതും പറഞ്ഞുകൊണ്ട് അജുവിന് നേരെ അത് നീട്ടിയതും നന്ദു അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു. ഇതെന്താ ചെറിയച്ച? നന്ദു, ഇത് അജുവിൻ്റെ മരുന്നാണ്. അത് മനസ്സിലായി. അതങ്ങനെ ചെറിയച്ചൻ്റെ കയ്യിൽ? അത് മോളെ, അവൻ്റെ മരുന്നുകളുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ട്. അവനക്ക് എപ്പോൾ എങ്ങനെ ഇതുപോലെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതാണ്. അദ്ദേഹം പറയുമ്പോൾ അവൾ ആ ഇഞ്ചക്ഷൻ അവളുടെ കയ്യിൽ വാങ്ങിച്ചു. ഞാൻ വെച്ചോളാം, നിങ്ങൾക്ക് പുറത്തേക്ക് നിൽക്ക്. അതെന്തിനാ ഞങ്ങൾ പുറത്തേക്ക് നിൽക്കുന്നത്? രാവണി ഒറ്റ കൈ കൊണ്ട് മറ്റുള്ളവർ ഉന്തിത്തള്ളി മുന്നോട്ട് വന്നപ്പോൾ മറ്റേ കൈ രണ്ട് കാലം മുടിക്കാൻ അന്നേരം തോന്നിയില്ലല്ലോ എന്ന ചിന്തയിലായിരുന്നു നന്ദു. രാവണിക്ക് അവളുടെ ആ കലിപ്പിക്കൽ പറ്റിയില്ല, അതാണ് പ്രശ്നം. പുറത്തേക്ക് നിൽക്കും മുത്തശ്ശി, എല്ലാവരും കൂടെ ഇവിടെ നിന്നാ അവനൊരു കാറ്റും വെളിച്ചം കിട്ടണ്ടേ? ജിത്തു ഒരു തർക്കത്തിനുള്ള അവസരം കൊടുക്കാതെ പറയുമ്പോൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഇറങ്ങിയതും നന്ദു പോയി വാതിലടച്ചു. ഇപ്പോൾ ആ റൂമിൽ ആരുമില്ല, അവളും അജുവും മാത്രം. മോനെ അജുട്ടാ, മതി അഭിനയിച്ചത്, എണീക്ക്. ബെഡിൻ്റെ അടുത്ത് നടന്നുകൊണ്ട് നന്ദു പറയുമ്പോൾ അജു അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് ബെഡിലേക്ക് ഇട്ട് അവൾക്ക് മുകളിൽ കയറി കിടന്നു. എടി ഭയങ്കരി, നിനക്ക് ഞാൻ അഭിനയിച്ചതാണെന്ന് എങ്ങനെ മനസ്സിലായി? ആദ്യൊരു ചിരിയോടെ അവളുടെ മൂക്കിൽ തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ അവളൊന്ന് ചിരിച്ചു. അതൊക്കെ മനസ്സിലായുടെ പോട്ട. കാരണം എന്തെന്ന് അറിയോ? തല കറങ്ങി വീഴുമ്പോൾ എൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി കൊല്ലുന്നതാ പതിവ്. അതുണ്ടായില്ലല്ലോ. പിന്നെ സത്യം പറയുവാണെങ്കിൽ തനിക്ക് ഒട്ടും അഭിനയിക്കാൻ അറിയില്ലടോ. നന്ദു ചിരിയോടെ പറയുമ്പോൾ അത് ചിരിച്ചുകൊണ്ട് മലർന്ന് കിടന്നു. എന്തിനാ ഇപ്പം ഇങ്ങനെ ഒരു തലയിറക്കം? നന്ദവൻ്റെ നെഞ്ചിലേക്ക് കിടന്നവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വെറുതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെ തോന്നി. അതിനെന്തിനാ എന്നെ വിളിച്ചത്? അഭിനയിച്ച് തകർക്കുന്നത് ഞാൻ കാണാൻ വേണ്ടിയിട്ടോ? ചിരിയോട് അവളത് ചോദിക്കുമ്പോൾ അജു ഒന്നും മിണ്ടാതെ കിടന്നു. അവൻ പലതും ആലോചിച്ച് കിടക്കുമായിരുന്നു. അവൻ്റെ കണ്ണുകൾ നന്ദു ടേബിളിൽ വെച്ച് ഇഞ്ചക്ഷനിലേക്ക് പോയി. നന്ദ, എല്ലാവർക്കും എൻ്റെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയാണല്ലേ? അതെ അതെ, കൊല്ലാനാണാവോ വളർത്താനാണാവോ? നന്ദു പറയുമ്പോൾ അജു അതിന് ചിരിക്കുക മാത്രം ചെയ്തു. ബാത്റൂം തുറക്കുന്ന ശബ്ദം കേട്ടതും രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി. വയറും താങ്ങി പിടിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ജാനുവിനെ കണ്ടതും അജുവും നന്ദുവും പരസ്പരം നോക്കി. ജാനു പുറത്തേക്ക് വന്നതും ബെഡിൽ കിടക്കുന്നവരെ കണ്ടൊന്ന് ഞെട്ടി. മലർന്ന് കിടക്കുന്ന അജുവിൻ്റെ നെഞ്ചിൽ കിടക്കുന്ന നന്ദ. നിങ്ങളെന്താ ഇവിടെ? കെട്ടിപ്പിടിച്ച് കിടക്കാൻ നിങ്ങളുടെ റൂമിൽ സ്ഥലല്ലേ?
ജാനു അവരെ കണ്ട ഞെട്ടെല്ലാം കളിയായി പറയുമ്പോൾ നന്ദു വേഗം അജുവിനെ നെഞ്ചിന്ന് ചാടി എഴുന്നേറ്റു. ഒപ്പം അജുവും അത് അജുവേട്ടൻ തല കറങ്ങി വീണു, അപ്പൊ വന്ന് കിടന്നതാ, ഇപ്പം മാറി, ഞങ്ങൾ പോട്ടെ. അതും പറഞ്ഞുകൊണ്ട് നന്ദു വേഗം മുന്നിൽ നടന്നു. അവൾക്ക് പിന്നാലെ ജാനുവിനെ നോക്കിക്കൊണ്ട് അജുവും ജാനുവരെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഡിലിരുന്നു. നന്ദുവും അജുവും ഹാളിലേക്ക് കടന്നതും എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ അജു മുഖം താഴ്ത്തി നന്ദുവിന് പിന്നിൽ നിന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ശരിക്കും മാറിയിട്ടില്ല, ഞങ്ങൾ റൂമിലോട്ട് പോട്ടെ. അവളുടെ മറവിൽ നിൽക്കുന്ന അജുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് നടന്നു. അവർ പോകുന്നു നോക്കി എല്ലാവരും അവിടെ നിന്നു. എല്ലാവർക്കും നല്ല സംശയമുണ്ട്. വാതിലടച്ച് റൂമിലേക്ക് കയറിയത് നന്ദു പറഞ്ഞു. അജു ഒന്നും മിണ്ടാതെ ബെഡിൽ വന്നിരുന്നു. അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും നല്ല സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ തലകറക്കം കാരണം അത് കൂടിക്കാണും, ആരും വിശ്വസിച്ച് കാണില്ല. അല്ലെങ്കിൽ ഈ അഭിനയം എനിക്ക് ശരിയാവില്ല. അജത് പറഞ്ഞുകൊണ്ട് ബെഡിലും മലന്ന് കിടന്നു. എല്ലാവരും അറിയുമ്പോൾ അറിയട്ടെ, എനിക്കറിയേണ്ട പല കാര്യങ്ങളും ഈ വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞു. ഇനിയൊക്കെ വഴിയെ പോലെ നോക്കാം. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആവാൻ എന്താ കാരണം? നന്ദു സെറ്റിയിലിരുന്ന് ചോദിക്കുമ്പോൾ അവൻ മുഖം ഉയർത്തി അവിടെ നിന്ന് നോക്കി. നിന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ? പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാ ഞാൻ ചോദിച്ചാലല്ലേ പറയാ. ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല. അതെന്താ? അറിയില്ല, അങ്ങനെ തോന്നിയില്ല. എന്തോ അതൊക്കെ ചോദിക്കാൻ വരുമ്പോൾ വേണ്ടെന്ന് തോന്നും. ഒരുപക്ഷെ ഒക്കെ ഈ നാവിന്ന് അറിയാനാവും യോഗം. അതാ അങ്ങനെയൊക്കെ. നന്ദു പറഞ്ഞു നിർത്തുമ്പോൾ അവന് ചിരിയോടെ കിടന്നു.